പാർട്ടിയിൽ കൊടിപിടിച്ച് നടക്കുന്നവർ പലരും എങ്ങനെ രക്ഷപ്പെടുമെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അവരൊക്കെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയെന്നറിയാമോ? മന്ത്രിമാരെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ നിയമിതരാകുന്നവരാണ് പേഴ്സണൽ സ്റ്റാഫ്. അപ്പോൾ നമ്മുടെ മന്ത്രിമാരും വകുപ്പ് മന്ത്രിമാരും ചേർന്ന് 22 പേർ. ഈ 22 പേർക്കായിട്ട് 431 പേഴ്സണൽ സ്റ്റാഫിനെയാണ് അവരുടെ ഇഷ്ടപ്രകാരം അവർ നിയമിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് വിപ്പും അടക്കം 22 പേർക്കായി ആകെ മൊത്തം 431 പേഴ്സണൽ സ്റ്റാഫുകൾ. ഇതിൽ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് 23,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. 23,000 മുതൽ 1,60,000 വരെയാണ് ശമ്പള സ്കെയിൽ. ഇവർ 2 വർഷവും 1 ദിവസവും ജോലി ചെയ്താൽ ഇവർക്ക് ജീവിതകാലം മുഴുവനും പാഴ്ചെലവായിട്ട് പെൻഷൻ ഉണ്ട്. 2 വർഷവും 1 ദിവസവും ജോലി ചെയ്താൽ പെൻഷനും കിട്ടും. ഈ പെൻഷന് വേണ്ടി സർക്കാർ ചെലവാക്കുന്നത് ഒരു മാസം 2 കോടി രൂപ വരെയാണ്. സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും സ്റ്റാഫിനായി സർക്കാർ പ്രതിമാസം ചിലവാക്കുന്നത് 2 കോടിയോളം രൂപ. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമേ അല്ല. തിരഞ്ഞെടുക്കപ്പെടാനോ കൃത്യമായ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും വേണ്ട. 2 വർഷവും 1 മാസവും ആകുമ്പോൾ ഇവർ തിരഞ്ഞെടുത്ത് വെച്ച പേഴ്സണൽ സ്റ്റാഫുകളെ എല്ലാത്തിനെയും പിരിച്ചുവിടും. വീണ്ടും 431 പേഴ്സണൽ സ്റ്റാഫിനെ വീണ്ടും കുത്തിത്തിരികും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി 2 വർഷവും 1 മാസവും അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർക്ക് റിട്ടയർമെന്റ് കൊടുത്ത് അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഒപ്പം തന്നെ പിന്നുള്ള കാലയളവിലേക്ക് പുതിയ ആൾക്കാരെ തള്ളിക്കയറ്റുന്നു. അപ്പോൾ മൊത്തം 5 വർഷം തികയുമ്പോൾ 862 പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട്. ഇവർക്ക് പെൻഷൻ എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം കൊടുത്തോണ്ടിരിക്കും. മിനിമം ഏറ്റവും കുറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് 3,550 രൂപയാണ്. മിനിമം പെൻഷൻ പരിഷ്കരിച്ചതോടെ 3,550 ആയി. അപ്പോൾ ഇവരുടെ പെൻഷനും ശമ്പളത്തിനും പുറമെ ഇവർക്ക് വിചിത്രമായ അലവൻസ് കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത് കണ്ടുവരുന്നത്. 7% DA, 10% HRA, ഇതിന് പുറമെ മെഡിക്കൽ അലവൻസ് ഫ്രീ, ക്വാർട്ടേഴ്സ് ഫ്രീ, 7% DA, 10% HRA, ഇതിനു പുറമെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ക്വാർട്ടേഴ്സുകൾ എന്നിങ്ങനെ പോകുന്നു പേഴ്സണൽ സ്റ്റാഫുകളായാലുള്ള നേട്ടങ്ങൾ. ഇവരുടെ അവിടെ കഞ്ഞി വെക്കാൻ നിൽക്കുന്ന ഒരുത്തിന് പോലും ബേസിക് ശമ്പളം 50,200 രൂപയാണ്. ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന പാചകക്കാർക്ക് പരമാവധി 50,200 രൂപ വരെയും. എന്നാൽ ലക്ഷങ്ങൾ കൊടുത്ത് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡന്റിന് കിട്ടുന്നത് 18,000, 20,000 രൂപ വരെ മാത്രം. ഇതിനൊരു പ്രത്യേക ക്വാളിഫിക്കേഷനോ വിദ്യാഭ്യാസ യോഗ്യതയോ വേണ്ട. ആകെ കൂടി വേണ്ടത് കയ്യിൽ കൊടി പിടിച്ച തഴമ്പുണ്ടോ എന്നത് മാത്രമാണ്. ഈ വിചിത്രമായിട്ടുള്ള പെൻഷൻ കൊടുക്കാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത് 1994-ലാണ്. 1994-ലാണ് ഉത്തരവിറങ്ങിയത്. നമുക്ക് ഇതുപോലുള്ള പാഴ്ചെലവിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ PSC പഠിച്ച് വെറുതെ ഇവിടെ കിടന്ന് ഉരുണ്ടിട്ട് കാര്യമില്ല. ഇതുപോലെ കൊടി പിടിച്ച് എവിടെയെങ്കിലും കയറാൻ നോക്കുക.